എല്ലാവർക്കും മീഡിയേറ്റീവ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ Dream11 ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ബട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ക്രിക്കറ്റിനെ കുറിച്ചൊരു ചെറിയ സ്കിൽ ഉണ്ടായാൽ മതിയാകും. കാരണം ഇന്ന് Dream11 Pro ടിപ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ടീമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അവർ എങ്ങനെ കളിക്കുമോ കളിക്കില്ല എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് കിട്ടുകയും അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും ഏതൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഒരുപാട് അനലൈസിന് ശേഷമാണ് അവരത് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ക്യാഷ് ബോണസായിട്ട് കിട്ടും. അല്ലാത്തവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഫർ ചെയ്യാവുന്നതാണ്. റിഫറിൽ 100 രൂപ വെച്ച് കിട്ടും. അല്ലാത്തവർക്ക് പൈസ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തെല്ലാം വെറുതെ കളഞ്ഞവർക്ക്. നമുക്ക് നോക്കാം. ഇത് ഞാൻ ടീം സെലക്ട് ചെയ്യുന്നത് ചാമ്പ്യൻസ് കപ്പ് നമ്മുടെ ഇന്ത്യ വീസ് ബംഗ്ലാദേശ് ചൂസ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് എങ്ങനെ കളിക്കുന്ന പറഞ്ഞാൽ ഇതിലൊരു കുറേ അധികം ഓരോ പ്രൈസിനും അനുസരിച്ച് ഓരോ വിന്നിങ് പ്രൈസും കാണും. ഓക്കെ, 33 രൂപ എടുത്ത് ഇതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ 1 കോടി, എല്ലാവർക്കും കൂടെ 1 കോടി രൂപ, എല്ലാവരും ടോട്ടൽ വിന്നിങ്സ് 1 കോടി രൂപ, 3 ലക്ഷം വിന്നേഴ്സ് ഇതിനകത്തുണ്ടായിരിക്കും. മെഗാ കോൺടെസ്റ്റ്. ഞാനിത് ഓപ്പൺ ആക്കണം. എൻ്റെ വിന്നേഴ്സ് എങ്ങനെ കണക്കാക്കുന്നത് വെച്ചാൽ റാങ്ക് 1 വരുന്ന ആൾക്ക് 10 ലക്ഷം രൂപ, റാങ്ക് 2 1 ലക്ഷം, റാങ്ക് 3 50,000, 1,50,000 തൊട്ട് 3 ലക്ഷം വരെ ഉള്ളവർക്ക് 11 രൂപ, 50,000 മുതൽ 1,50,000 വരെ ഉള്ളവർക്ക് 33 രൂപ ലഭ്യമാകും. ഓക്കെ, അപ്പം ഇതിനകത്ത് എൻ്റെ ടീം ഞാൻ കാണിച്ചു തരാം. മൈ ടീംസ് റിവ്യൂ. ഓക്കെ, എഡിറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ ടീം എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്നിട്ട് ഇന്നത്തെ ടിപ്സ് നോക്കി, മാച്ച് 1 ടിപ്സ്. അപ്പം അതൊന്ന് ലോഡായി വരട്ടെ. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. ഇത് വളരെ ലെജിറ്റായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. 10,000 രൂപ കൂടുതലുള്ള പണം നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 30% ടാക്സ് ഗവൺമെൻറ്റിന് വരെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം ഒരു കുറേ ഡീറ്റെയിൽസ്, മാച്ചിൻ്റെ ന്യൂസ്, വെന്യൂ, നേരത്തെ മുമ്പുള്ള റിപ്പോർട്ടുകൾ വെച്ചൊരു അനലൈസ്, ടീം ന്യൂസ്, അവർ പിന്നെ കളിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറേ പേരുടെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ്, നേരത്തെ പ്ലേയേഴ്സിൻ്റെ ഫോം, ഏറ്റവും കൂടുതൽ ഫോമുള്ള ധവാൻ, കോഹ്ലി, രോഹിത് ശർമ്മ, തമീം ഇക്ബാൽ. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അവർ കുറച്ച് പോയിൻറ്റ്സുകൾ അഡ്വൈസായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇനി അവരൊരു ടീം പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ ടീം സെലക്ട് ചെയ്തത്. മുസ്തഫിസുർ റഹ്മാൻ, തമീം ഇക്ബാൽ, ശിഖർ ധവാൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഷക്കീബ് അൽ ഹസൻ, ഹാർദിക് പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ബുംറ, രവീന്ദ്ര അശ്വിൻ, റൂബൽ ഹുസൈൻ. ഓക്കെ, അപ്പം അവർ ആരൊക്കെ ക്യാപ്റ്റൻ ആക്കാം? വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആക്കാം, തമീമിനെ ക്യാപ്റ്റൻ ആക്കാം, ഷക്കീബിനെ, ഭുവനേശ്വർ കുമാറിനൊക്കെ ക്യാപ്റ്റൻ ആക്കാം എന്നൊരു അഡ്വൈസ് കൂടി അവർ തന്നിട്ടുണ്ട്. ബട്ട് അവർ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് ശിഖർ ധവാനെ, വൈസ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് രോഹിത് ശർമ്മയാണ്. ഓക്കെ, ഞാൻ അവർ പറഞ്ഞ പോലെ അവർ പറഞ്ഞതും പിന്നെ എൻ്റെ യുക്തിക്ക് അനുസൃതമായിട്ടുള്ളൊരു ടീം ഞാൻ സെലക്ട് ചെയ്തു. മുസ്തഫിസുർ റഹ്മാനെ സെലക്ട് ചെയ്തു. MS ധോണി കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് MS ധോണിയെ കൊടുക്കാം. ബട്ട് MS ധോണിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. MS ധോണി അല്ല, മുസ്തഫിസുർ റഹ്മാൻ മതി. ഇപ്പം ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലി, തമീം ഇക്ബാൽ, രോഹിത് ശർമ്മ, ശിഖർ ധവാൻ കൊടുത്തു. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിൽ ഷക്കീബ് അൽ ഹസനും ഹാർദിക് പാണ്ഡ്യയും കൊടുത്തു. ബോളിങ്ങിൽ ഭുവനേശ്വർ കുമാർ, ബുംറ, മുസ്തഫിസുർ റഹ്മാൻ. അപ്പോൾ ഇത്രയും പേര് കൊടുത്തു. ഞാൻ ക്യാപ്റ്റനാക്കി എടുത്തിരിക്കുന്നത് തമീം ഇക്ബാലിനെയും വൈസ് ക്യാപ്റ്റനാക്കി എടുത്തിരിക്കുന്നത് ശിഖർ ധവാനെയാണ്. സേവ് ടീം കൊടുത്തു. ഓക്കെ, നമ്മൾ ഈ ജോയിൻ ചെയ്യുമ്പോൾ ടീം സെലക്ട് ചെയ്യണം, ടീം ഉണ്ടാക്കണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ലീഗുണ്ട്. ഏതെങ്കിലും ഒരു ലീഗിൽ ജോയിൻ ചെയ്താൽ മതിയാകും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആദ്യമേ തുടക്കത്തിൽ ചെറിയ ലീഗിൽ നിന്ന് കയറി വന്നാൽ മതി. 22 രൂപയുടെ ലീഗിൽ 9 പേര് വിന്നാവും. ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് വരുന്ന ആൾക്ക് എത്രയാണെന്ന് കിട്ടും നോക്കാം. ഫസ്റ്റ് വരുന്ന ആൾക്ക് 60 രൂപ കിട്ടും. ഓക്കെ, അതുപോലെ ചെറിയ ലീഗിൽ ജോയിൻ ചെയ്ത് വേണം വരേണ്ടത്. കുറച്ചുകൂടെ വലിയ തുകയുള്ളത് 33 രൂപ എടുത്താൽ 33 രൂപ. എൻ്റെ അതിനകത്ത് ബാലൻസ് ഇല്ല, 31 രൂപ ഉള്ളൂ. ഓക്കെ, ഞാൻ 33 രൂപ ഉണ്ടായിരുന്നു എങ്കിൽ 33 രൂപ കൊടുത്തേനെ. 3 വിന്നേഴ്സ് ഉണ്ട്. മിനിമം 200 രൂപ വേണം നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ഓക്കെ, മിനിമം 200 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് നമ്മൾ ഈ തുക ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനാണെങ്കിൽ
ഓക്കെ, ഒന്നുകൂടെ ജോയിൻ അടിച്ച് നോക്കാം. ആ റോഡ് വേണം. അപ്പം ഇതിനകത്ത് ആഡ് ക്യാഷും കൊടുക്കാം. ഇപ്പം പേടിഎം ചൂസ് ചെയ്യാം. ഓക്കെ, പേടിഎം ചൂസ് ചെയ്യുന്ന ഇപ്പം ഞാൻ സാധാരണ പേടിഎം വഴിയാണ് ഇതിനകത്ത് ക്യാഷ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ചെറിയൊരു യൂസിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. $22 പാക്കിൽ ഞാൻ ജോയിൻ ചെയ്യാം. ഫുള്ളായി. ഒന്നുകൂടി ജോയിൻ അടിച്ചാൽ മതിയാവും. ഇപ്പം 22 ജോയിൻ അടിച്ചു. എൻ്റെ ഈ ടീം 1 ആയിരിക്കും ജോയിൻ ആയത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ സ്വിച്ച് ടീം കൊടുത്ത് രണ്ടാമതൊരു ടീം സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടീമിലേക്ക് കൊടുക്കാവുന്നതായിരിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ വിഡ്ഫോർ ഇവിടെയാണ് ഇതിനടുത്തത്. വിഡ്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് മൈ അക്കൗണ്ടിൽ പോകുന്നു. ഈ ഒരു വിന്നിങ്സിനകത്തായിരിക്കും വിഡ്രോൾ ചെയ്യാനുള്ള ബാലൻസ്. വിഡ്രോൾ ക്ലിക്ക് ചെയ്യുന്നു. എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അത്ര എമൗണ്ട് സെറ്റ് ചെയ്യുന്നു. മാക്സിമം 5 ഡേയ്സിനുള്ളിൽ നമ്മുടെ ബാങ്കിലേക്ക് പണം ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. മൈ പ്രൊഫൈൽ 126 കോൺടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. 32 ഫോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഞാൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജോയിൻറ്റ് കൺഫേംഡ്. റെഫർ ചെയ്യുമ്പോൾ 100 രൂപ വെച്ച് കിട്ടും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സംശയം കമൻറ്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.